ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണതേ ഒരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ചിക്കനെ ഇതേപോലൊരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ മസാല കാര്യങ്ങളൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഹോൾസ് ഇടുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ എല്ലാ പീസസിനും ഹോൾസ് ഇട്ടിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക്, അതായത് നമ്മൾ മന്തി വെക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഈ ചിക്കനെല്ലാം നമ്മളൊന്ന് അടുക്കി വെച്ചു. അതിനുശേഷം ഞാൻ ഒരു 3 മാഗി ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം, പിന്നെ നമ്മൾ കുറച്ച് മിൻറ്റ് ലീവ്സ്, പിന്നെ നമ്മൾ മല്ലിയില, ഇത്രയും സാധനങ്ങളും കൂടിയിട്ട് നമ്മൾ എടുത്തിട്ട് ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് അതിനെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഇത് 3ഉം ഒരുമിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ആ ചോപ്പ് ചെയ്തെടുത്തത് ഞാൻ നമ്മുടെ ആ ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയിലയും ക്യാപ്സിക്കവും പുതിനയിലയും എല്ലാം കൂടി ഞാൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനുമായിട്ട് അതിനെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് കളറാണ് കേട്ടോ ഇട്ടത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ, അതായത് നമ്മുടെ ചിക്കൻ വേവാനായിട്ടുള്ള ഓയിൽ ഇടുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അതും ഒരു 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മാഗി ക്യൂബ്സ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കളറൊക്കെ കൂടി വന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിലാണ് നമ്മുടെ ആ മസാല എല്ലാം കൂടി പിടിച്ചിട്ട് കിട്ടണത്. ഇനി നമുക്ക് ഇതിന് ഒരു 1 മണിക്കൂർ ഈ ഒരു പാത്രത്തിൽ തന്നെ അടച്ചിങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഡ്രൈ ലെമൺ അതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് ഫുള്ളായിട്ട് തന്നെ പൊട്ടിക്കാത്ത കുരുമുളകാണ് കേട്ടോ ഇട്ടത്. പിന്നെ 2-3 ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അങ്ങനെ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചോറ് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ അരി ഒന്ന് കഴുകാം. അപ്പോൾ അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി അതിനെ ഒന്ന് നമുക്കൊരു സ്റ്റെയിനറിൽ ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിവിടെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒരു 1 hour ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ അതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് കുരുമുളകും കൂടിയിട്ട് ഇടുന്നുണ്ട്. ഫുള്ളായിട്ടുള്ള കുരുമുളകാണ്, പൗഡറല്ല ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം കൂടിയിട്ട് ഈ അതിലുണ്ടായിരുന്ന ചിക്കനിൽ നമുക്ക് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് ഞാൻ കുറച്ച് കളർ ഇടുന്നുണ്ട്, ആ ചോറിനൊരു കളർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് ടൈം അരി വേവാൻ എടുക്കണ്ട, കാരണം ഓൾറെഡി 20 മിനിറ്റ്സ് നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ്സിന് ശേഷം നോക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരി ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, ഒരു 80% അരി കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതിനെ കോരിയെടുത്ത് മാറ്റാം. അപ്പം ഞാൻ ജസ്റ്റ് അരി ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും അത് സ്റ്റെയിനറിലേക്ക് കോരി മാറ്റുന്നുണ്ട്. ആ ടൈമിൽ അതിലുണ്ടായിരുന്ന സ്പൈസസ് ഒക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്ന ആ ചട്ടിയിലേക്ക് തന്നെ മാറ്റാം. അപ്പം ഞാൻ ആ സെയിം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ്റെ പീസസൊക്കെ ഞാൻ ഓൾറെഡി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിലുണ്ടായിരുന്ന ആ മസാലയിൽ ഈ അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഈ ചോറിനെ ഒന്ന് നിരത്തിയിട്ടേ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു കുഞ്ഞൊരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫോയിൽ പേപ്പർ ഇതേപോലെ ഒന്ന് ആക്കി വെക്കണം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ ഞാൻ ഓരോ പീസസായിട്ട് അതിൻ്റെ മേലെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫോയിൽ പേപ്പർ വെച്ചിരിക്കുന്നത് ആക്ച്വലി നമുക്കിതിലേക്ക് സ്മോക്കിൻ്റെ ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ഒരു 3-4-5 പച്ചമുളക് ഫുള്ളായിട്ട് തന്നെ ഇതേപോലെ
അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുത്തി കുത്തി വെക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു സ്മോക്ക് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനത് ഈ പാക്കറ്റിൽ ചാർക്കോൾ കിട്ടും. അപ്പോൾ ആ ഒരു ചാർക്കോളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ആ ചാർക്കോളിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഗ്യാസിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ ഫോയിലിനുള്ളിലേക്ക് ഈ ചാർക്കോളിനെ നമ്മൾ ഇറക്കി വെച്ചിട്ട് കുറച്ച് ഓയിൽ, ഇത്ര ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഒരു 2 ഡ്രോപ്സിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രം നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമുക്ക് ഇതിനുള്ളിൽ നിന്ന് നന്നായിട്ട് സ്മോക്ക് വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ഈ പാത്രത്തിനുള്ളിൽ സ്മോക്ക് ഇതേപോലെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പം നന്നായിട്ട് സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു സ്മോക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ ഫുള്ളായിട്ട് കവർ ആവുന്നത് വരെ. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ സെർവ് ചെയ്തെടുക്കാം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനുള്ളിൽ വെച്ചിരുന്ന ആ ഒരു ഫോയിലും ചാർക്കോളും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനെ ഒരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യുന്നുണ്ട് നമുക്ക് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നല്ല അടിപൊളി ആയിട്ട് കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പാകത്തിനുള്ള വേവായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, റൈസൊക്കെ നല്ല സൂപ്പർ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണ പോലെ തന്നെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മന്തി എന്ന് പറയുമ്പം അതിൻ്റെ മെയിൻ ഒരു ഐറ്റം ആണല്ലോ മയണൈസ്. അപ്പോൾ ഞാൻ അതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മന്തിയുടെ കൂടെ നല്ല മയണൈസും അതേപോലെ തന്നെ തക്കാളി ചട്നി ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്